ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അമൃതം പൊടി വെച്ചുള്ളൊരു പലഹാരമാണ്. ഒരു ഈവനിങ് സ്നാക്സ് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അത് കുട്ടികളൊക്കെ വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമ്മളേതായ രീതിയിൽ പോഷകമുള്ള ആ ഭക്ഷണമൊക്കെ സ്നാക്സൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമുള്ള കാര്യമല്ലേ അല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് ഞാനൊരു ചട്ടി വെച്ച് അമൃതം പൊടി ഒരു പാക്കറ്റ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതായി വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം കൈവിടാതെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. പൊടിയിൽ മധുരമുള്ളതിനാൽ പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാൻ പറയുന്നത്. ഇത് അപ്പോഴേക്കും ഒരു പാത്രത്തിൽ ആവശ്യത്തിനുള്ള മധുരം മാത്രം, ശർക്കര ഞാനിപ്പോൾ ഇവിടെ ഒരു അച്ചിൻ്റെ പകുതി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. 2 ഏലക്കായും ചതച്ചത് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് കുറച്ചുള്ള വെള്ളവും ചേർത്ത് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പോഴും നമ്മളെ പൊടി കരിയാതെ ശ്രദ്ധിക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഏകദേശം പൊടിയാകാറായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ ശർക്കര ഇവിടെ അലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതേ പൊടി വീണ്ടും ഇളക്കി കൊടുക്കുക. ആയെന്ന് തോന്നിയാൽ, പൊടി മൂപ്പായെന്ന് തോന്നിയാൽ തേങ്ങ ചിരകി വെച്ചത് ഇട്ട് കൊടുക്കുക. തേങ്ങ എപ്പോഴും പൊടി മൂപ്പായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. കാരണം തേങ്ങ ആദ്യമേ ഇട്ട് കൊടുത്താൽ പൊടി മൂപ്പാവില്ല, കട്ട കെട്ടി അങ്ങനെ കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ തേങ്ങ ഇട്ടു കുറച്ച് നേരം മിക്സ് ചെയ്താൽ മതി, ഒരുപാട് നേരം മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇളക്കി കൊടുക്കുക. അതും റെഡിയായാൽ നമുക്ക് വാങ്ങി വെച്ച് ഒന്ന് ചൂടാറാൻ വയ്ക്കണം. കാരണം ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് കൈകൊണ്ട് പിടിച്ച് ഉരുളകളാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം ചൂടാറി വന്നിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട്. ഞാനിപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ നെയ്യിൽ വറുത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർക്കുക. അതൊക്കെ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. പക്ഷെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ കൈ വെച്ച് തന്നെ നെയ്യ് ഒഴിച്ച് എല്ലായിടത്തും മിക്സ് ചെയ്യുക. തണുത്ത് വന്ന ശർക്കര വെള്ളം ഞാനിപ്പോൾ അവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ കൈ വെച്ച് ഇങ്ങനെ നന്നായി എല്ലായിടത്തേക്കും മിക്സ് ചെയ്തിട്ട് എടുക്കുക. കൈ വെച്ച് നമ്മൾ പിടിച്ച് ഉരുളകളാക്കുമ്പോൾ ഉരുളകളായി വരുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ട് അമർത്തി പിടിച്ച് ഉരുട്ടുമ്പോൾ നമുക്ക് നന്നായി ഉരുണ്ട് കിട്ടണം. ആ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക. വെള്ളം അധികമായാൽ പിന്നെ ഒരു കുഴഞ്ഞ രൂപത്തിലാവും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്ക് ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ അമൃതം പൊടി കൊണ്ടുള്ളൊരു ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. കൂടെ കൂടാനും മറക്കരുതേ. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഞങ്ങളെയൊക്കെ വിജയം. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് ലഡു. അടുത്ത വീഡിയോയിലൂടെ പുതിയൊരു വിഭവമായി വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.